നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. 3 മുന്നണികളും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിനുള്ളൊരു പ്രത്യേകത, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികളിലെ പ്രബലരായ 2 ഘടകകക്ഷികൾ തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നു എന്നതാണ്. കേരള കോൺഗ്രസുകളുടെ ബലാബലമാണ് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. 1977 ശേഷം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് കേരള കോൺഗ്രസുകൾ നേർക്കുനേർ പോരാട്ടം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് എന്ന സവിശേഷത കൂടി ഇത്തവണത്തെ ജനവിധി തേടുന്നതിൽ ഉണ്ട്. സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. NDA പ്രതിനിധീകരിച്ച് BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയും ജനവിധി തേടുന്നു. അപ്പോൾ കോട്ടയം മണ്ഡലം ആർക്കൊപ്പം നിൽക്കും? ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചൂട് എത്രത്തോളം ഉയർന്നിരിക്കുന്നു? ഇതാണ് നാം അടുത്ത 1 മണിക്കൂർ പരിശോധിക്കുന്നത്. പാലാ കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിന് സമീപമാണ് വേദി. ഇവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങുന്നു. എല്ലാവർക്കും സ്വാഗതം. മൂന്ന് മുന്നണികളിൽ നിന്നും 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ കോട്ടയം മണ്ഡലത്തിലെ ഒരു ജനാവലിയും ഈ ചർച്ചയിൽ സജീവമായി പങ്കുചേരും. LDFിൽ നിന്ന് മുൻ MLA കൂടിയായിട്ടുള്ള ജോണി നെല്ലൂർ, UDFിൽ നിന്ന് പ്രിൻസ് ലൂക്കോസ്, NDAയിൽ നിന്ന് BJPയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള NK ശശികുമാർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജോണി നെല്ലൂരിലേക്ക്. ശ്രീ ജോണി നെല്ലൂർ, കോട്ടയം UDFിൻ്റെ ഉറച്ച കോട്ടയാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ UDF ടിക്കറ്റിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി ചേരി മാറി വീണ്ടും ജനവിധി തേടുമ്പോൾ അത് എന്ത് പ്രതികരണമുണ്ടാക്കും? ഒന്നാമത്തെ കാര്യം, കോട്ടയം UDFിൻ്റെ കുത്തക സീറ്റാണെന്നുള്ള പ്രചാരണം അത് അടിസ്ഥാനരഹിതമാണ്. കോട്ടയം ലോക്സഭാ സീറ്റിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ നിരവധി പ്രാവശ്യം LDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച MPമാരായിട്ടുണ്ട്. 5 തവണ. അതും അതിശക്തരായ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ്. ചെന്നിത്തല, അതുപോലെ തന്നെ PC ചാക്കോ, അതുപോലെ തന്നെ ആന്റോ ആന്റണി, കേരള കോൺഗ്രസിൻ്റെ സ്കറിയ തോമസ് ഉൾപ്പെടെ പ്രബലന്മാരായ ആളുകളെ തോൽപ്പിച്ചാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു പ്രചാരണം പണ്ട് കാലത്ത് UDFിൻ്റെ ഒരു കേന്ദ്രമാണ്. UDFിൻ്റെ ശക്തമായ മേഖലയായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന അടിത്തറയുള്ള ജനപിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷി അതിനകത്ത് അംഗമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ അടിവേരുകളും ശക്തവുമായ കേരള കോൺഗ്രസ് M LDFിനോടൊപ്പമാണ്. LDFിനോടൊപ്പം വന്നത് വലിയൊരു അപരാധമായി ചില ആളുകൾ കാണുന്നുണ്ട്. സ്വന്തം പോന്നതല്ല, UDFിൻ്റെ രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയതാണ്. നിങ്ങളെ ഈ മുന്നണിയിൽ വേണ്ട, നിങ്ങൾ ഈ മുന്നണിയിൽ തുടരാൻ ധാർമ്മികമായി നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളി പുറത്താക്കിയതാണ്. 3 മാസം കാത്തിരുന്നു. പക്ഷേ ജോസ് കെ മാണി അടക്കം നേതാക്കന്മാർ 3 മാസം വേറെ എങ്ങും പോകാതെ കാത്തിരുന്നു. തിരിച്ചു വിളിച്ചില്ലെന്ന് മാത്രമല്ല, ഇവരെ അനുനയിപ്പിച്ച ഒരു ചർച്ചയിലൂടെ UDFിൽ നിലനിർത്തുവാൻ ഒരു ശ്രമം ഉണ്ടായില്ല. അതാണ് അങ്ങനെ വന്നപ്പോൾ കേരളമാണ് രാഷ്ട്രീയം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു മുന്നണി സംവിധാനം വേണം. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപിച്ചു. അതിൻ്റെ നേതാക്കന്മാർ വന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, ആ മുന്നണിയിലെ ഘടകകക്ഷിയായി. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇപ്പം ചില ആളുകൾ പറയുന്നത് കേട്ടാൽ തോമസ് ചാഴികാടനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി അദ്ദേഹം LDFിൽ പോയി. അതെന്തോ വലിയൊരു കൊള്ളരുതായ്മ. മറുഭാഗത്ത് നിൽക്കുന്നയാളോ, അദ്ദേഹം എത്ര പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്? ഞാൻ ഇന്നും ഓർക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 പ്രാവശ്യം MP ആയ ആളാണ് അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിർണായക ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഇനിയും വീണ്ടും ജയിക്കുകയില്ല എന്നുള്ളൊരു തോന്നലോ എന്തുകൊണ്ടോ എന്നറിയില്ല, 2010-11 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് UDFിലേക്ക് വന്നു. ലയനത്തിൻ്റെ പേര് പറഞ്ഞ് മാണി സാറുമായിട്ട് ലയനത്തിനും ആ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിന്നു. 2016 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ചിന്തിച്ചു 2016 LDFിനായിരിക്കും. എന്താ ചെയ്തതെന്നറിയാമോ? PJ ജോസഫിനെ തള്ളിപ്പറഞ്ഞ് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു ഇടുക്കിയിൽ.
റോഷി അഗസ്റ്റിനെതിരെയാണ് മത്സരിച്ചത്. റോഷി അഗസ്റ്റിൻ വിജയിച്ചു. ഇപ്പോൾ 2020 അവസാനമായപ്പോഴേക്ക് അദ്ദേഹത്തിന് തോന്നി ഇനി ഇവിടെ പിണറായി അധികാരത്തിൽ വരില്ല, UDF സാധ്യത. ഉടനെ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ടു, PJ ജോസഫിനോടൊപ്പം ചേർന്നു, ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായി. അവിടെയും ഇടുക്കിയിൽ തന്നെ പോയി നിന്ന് റോഷി അഗസ്റ്റിനെതിരെ സ്ഥാനാർത്ഥിയായി, പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അങ്ങനെ മാറോ എന്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ചാടിയാലും മറഞ്ഞാലും സംശുദ്ധ രാഷ്ട്രീയക്കാരൻ. തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന ആദർശ ധീരൻ എന്ന് തന്നെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത തീരുമാനപ്രകാരം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി. എല്ലാവർക്കും അറിയാം, അദ്ദേഹം 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതിനു മുമ്പ് 6 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം 1, 2-ലെയാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ LDFിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ചിഹ്നം മാറിയില്ല, പാർട്ടി മാറിയില്ല, ഉറച്ചു നിൽക്കുന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരൻ ശ്രീ തോമസ് ചാഴികാടൻ. ശരി, ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഇപ്പോൾ തോമസ് ചാഴികാടൻ്റെ കാര്യത്തിൽ പറയുന്ന എന്തൊക്കെയാണോ നിങ്ങളുടെ ആരോപണങ്ങൾ, അതിനുള്ള ശക്തമായ മറുപടിയാണ് ശ്രീ ജോണി നെല്ലൂർ നൽകുന്നത്. ഒരു വ്യക്തി ചാഞ്ചാടി കളിക്കുകയല്ല ഉണ്ടായത്, ഒരു പാർട്ടി രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നണി മാറുകയാണ് ചെയ്തത്. അങ്ങനെ പറയാൻ കഴിയുമോ ഫ്രാൻസിസ് ജോർജിന്? അല്ല, ഇവിടെ മുമ്പേ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം കോട്ടയം ആരോടൊപ്പം നിൽക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞായിരുന്നു. അതിനൊരു പറഞ്ഞോട്ടെ. കോട്ടയം UDFിനൊപ്പം നിൽക്കും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ കോട്ടയത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 മണ്ഡലവും UDFിൻ്റെ പ്രതികളാണ്. പുതുപ്പള്ളിയിൽ ശ്രീ ചാണ്ടിയുമ്മൻ, ഇപ്പോൾ ശ്രീ കോട്ടയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ശ്രീ മാണി സി കാപ്പൻ, ശ്രീ അനൂപ് ജേക്കബ് അടക്കമുള്ള ജനപ്രതിനിധികൾ UDFിൻ്റെ കോട്ട കാക്കുന്ന കോട്ടയമാണ്. ആ കോട്ടയത്തിന് LDF ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ നിലയിൽ UDF ഇവിടെ വിജയിക്കും, ഒരു തർക്കമില്ല. ഇപ്പം ഇവിടെ ബഹുമാനായ ജോണിച്ചേട്ടന് മുന്നണി മാറ്റത്തെപ്പറ്റി ഒന്ന് പറയാനുള്ള ധാർമ്മികപരമായിട്ട് അവകാശമില്ല. ഞാൻ അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ 7 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 7 തെരഞ്ഞെടുപ്പ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 7 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വേണ്ടി 2019 പോരാടിയ ഒരാളാണ്. ഇവിടെ വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ നിലപാടുകൾ മാറിയിട്ടുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടുണ്ട്. KM മാണി സാർ 80-ൽ പോയി 82 തിരികെ വന്നു. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊന്നും നിഷേധിക്കുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ കേസ് എന്താണ്? ഞങ്ങളുടെ കേസ് തോമസ് ചാഴികാടൻ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. ഞാൻ മാന്നാനം KE കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ KSUയുടെ നേതാവായിരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥികൾ കൺവെൻഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുമല്ലോ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പറയാൻ പെട്ട പാട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം അദ്ദേഹം മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന പ്രസംഗകനായി ഒരു രാഷ്ട്രീയക്കാരനാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്. അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ 20 വർഷം MLA ആയിരുന്നു. 20 വർഷം. ആ 20 വർഷം MLA ആയിരുന്ന അദ്ദേഹത്തെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായി അദ്ദേഹം സ്റ്റേറ്റ് വണ്ടിയിൽ ഏറ്റുമാനൂർ കൂടെ നടന്ന് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റുമാനൂരിൽ അദ്ദേഹം 2 പ്രാവശ്യം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോട്ടയത്തെ MP ആക്കി. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF. അദ്ദേഹത്തിന് ഇപ്പോൾ 73 വയസ്സുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ UDFകാരൻ ചുമലിലേറ്റിയ ചാഴികാടൻ ഈ സന്ദർഭത്തിൽ UDFുമായി മത്സരിക്കരുത് എന്ന വികാരം UDFകാരൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ പദവി ഏറ്റെടുക്കാൻ UDF ഇവിടെ പോരാടും. ആ ദൗത്യം ഞങ്ങൾ വൃത്തിയായി ഇവിടെ നിറവേറ്റും. ശരി, ശ്രീ NK ശശികുമാർ, ഇവിടെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഈ മത്സരത്തെ കാണുന്നത്? കാരണം എന്തായാലും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. കോട്ടയം മണ്ഡലത്തിൻ്റെ ബലാബലം നിർണ്ണയിക്കുന്നത് കേരള കോൺഗ്രസ്സുകളാണ്. അവിടെ ഈ പറയുന്ന NDAക്ക് BDJSന് എന്തു ചെയ്യാൻ കഴിയും? അങ്ങനെ നമ്മളെ രാഷ്ട്രീയം പറഞ്ഞു പോകരുത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മൂവാറ്റുപുഴയും പാലായും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ PC തോമസിനെ NDA സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച ചരിത്രമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അവിടെ UDF പ്രധാന കക്ഷി, LDF പ്രധാന കക്ഷി, അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണരുത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ദേശീയ രാഷ്ട്രീയം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് 2014 പൊതുതെരഞ്ഞെടുപ്പ്. അതിൽ
നിങ്ങൾ 24-ന്റെ ഇന്നലത്തെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ആളുകളുടെ പരിശോധന എടുത്തപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാവണം എന്ന ചോദ്യത്തിന് 39.8% ആളുകളും പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധിക്ക് 38.4% ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് നമ്മുടെ ഈ രാജ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരാവണം ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ തോമസ് ചാഴികാടൻ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചോ ഫ്രാൻസിസ് ജോർജ് വിശുദ്ധനാണെന്നോ തോമസ് ചാഴികാടൻ ഇതൊന്നും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല. അത് കാലങ്ങളായി കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം നാടകവേദിയാണ്. അല്ലല്ല, കോട്ടയത്ത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ വിശേഷങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നതാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സുരേഷ് കുറുപ്പ്. അല്ല, ഞാൻ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും, ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ കുറച്ച് പേർ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അതിൻ്റെ കഥകളെ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇങ്ങനെ നിരന്തരം നടക്കാറുള്ളതാണ്. അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. ശശികുമാർ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വോട്ട് ശക്തി എത്ര എന്നുള്ളതിന്റെ കണക്കൊന്ന് പറയൂ. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അല്ല, വോട്ട് ശക്തി എത്രയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം 2014 സ്ഥിതി എന്ന് പറഞ്ഞാൽ 50,000-ന് താഴെ വോട്ടാണ്. 2019 നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് PC തോമസ് ഉള്ളത് കൊണ്ടാണ്. 17% മീതെ വന്നു അല്ലേ? 1,00,000-ലധികം വോട്ടും സമാഹരിക്കാൻ കഴിഞ്ഞു അല്ലേ? അത്രയേ ഉള്ളൂ. അല്ല, അത് നമ്മൾ 2019 തെരഞ്ഞെടുപ്പ്, 2014 തെരഞ്ഞെടുപ്പ്, ഇത് 2024 വേണു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, അല്ലാതെ കേവലമായ ഇനി ആ കാര്യം തന്നെ എടുത്താൽ കേരളത്തിൽ ഒരു MP ഇല്ല 100% MP ഫണ്ട് വിനിയോഗിച്ച ഒരാൾ. 100% ഫണ്ട് വിനിയോഗിച്ച MP എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഫണ്ട് വിനിയോഗിച്ചത് എന്ന് പരിശോധിച്ചിട്ട് നമ്മളത് പറഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അതല്ലാതെ എന്ത് വികസനമാണ് തോമസ് ചാഴികാടൻ്റെ പാലായിലെ വികസനം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ സാധിക്കുമോ? എവിടെയാണ് ഗ്രാമീണ റോഡുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ തോമസ് ചാഴികാടൻ്റെ വികസനം കാണിക്കാൻ സാധിക്കുമോ? ഒന്നുകിൽ കേരള കോൺഗ്രസിന് കുത്തകയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോളേജുകളിൽ. ശരി, ഒരു സെക്കൻഡ്. ഇവിടെ തോമസ് ചാഴികാടൻ്റെ വികസനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. 4100 കോടി രൂപയുടെ വികസനം തോമസ് ചാഴികാടൻ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തി. അതുകൂടാതെ MP ഫണ്ട് എന്ന നിലയിൽ കിട്ടുന്ന 17 കോടി രൂപയിൽ അദ്ദേഹത്തിന് 7000 രൂപയോ എക്സ്പെൻഡിച്ചർ ആകാനുള്ളൂ. അത് സൈറ്റിൽ കാണുന്ന ഒരു വിഷയമാണ്. ഈ 4700 കോടി രൂപ വികസനത്തിന് ഏത് ഗവൺമെന്റ് കൊടുത്താണെന്ന് പറയാം. ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? ഇന്ത്യ രാജ്യത്തിന്റെ ശശികുമാറെ, ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? ഗവൺമെന്റ് ആരുടെ സ്വന്തമാണ്? വികസനം. ഒരു കാര്യം പറയാം ശശികുമാറെ, ഒരു കാര്യം പറയാം. നരേന്ദ്രമോദിയും ചാഴികാടനും തുല്യ പദവിയാണ് MP-മാർ. അല്ലല്ലോ, ഒരു മിനിറ്റ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് ഒരു കാര്യം വ്യക്തമാക്കി പറയാം. നരേന്ദ്രമോദിയും തോമസ് ചാഴികാടനും ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരേ പദവി വഹിക്കുന്നവരാണ് MP-മാർ. MP-ലാട് രണ്ടുപേർക്കും തുല്യം. അല്ലല്ലോ, ഒരു മിനിറ്റ് MP-ലാടും തുല്യം. അല്ല, അത് വേറെ കാര്യം. ഇവിടെ MP-ലാടിന്റെ കാര്യമാണ് പറയുന്നത്. അത് മോദിക്കും ചാഴികാടനും ഒരേ തുകയാണ്. വികസനത്തിന്റെ സങ്കല്പങ്ങൾ മാറിയോ എന്ന് ചർച്ച ചെയ്യണു. അല്ല, അതവിടെ നിൽക്കട്ടെ. അല്ല, അങ്ങ് ബോധ്യപ്പെടേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായിക്കോട്ടെ. അങ്ങ് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെന്റ് എന്ന് പറയുന്നത് മോദിയുടെ സ്വന്തമായിട്ടുള്ളതല്ല. ഇനി രണ്ടാമത്തെ കാര്യം MP-ലാട് നരേന്ദ്രമോദിക്കും തോമസ് ചാഴികാടനും ഒന്ന് തന്നെ. ഈ തോമസ് ചാഴികാടന്റെ സ്വന്തമായിട്ടുള്ള ഫണ്ടാണോ അത്? അല്ലല്ലോ, അങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ. നരേന്ദ്രമോദിയുടെ സ്വന്തവുമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് വിഘടിപ്പിക്കുന്ന വർത്തമാനമാണ് ശശികുമാർ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, കേരളത്തിന്റെ ഭാഗമാണ് കോട്ടയം, കോട്ടയത്തിന്റെ MP-യാണ് ചാഴികാടൻ. കണക്കിന് മറുപടി പറയൂ. 20 കണക്കിന്റെ കാര്യത്തിൽ മറുപടി. 20 പേരിൽ ഒന്നാമനാണ് ചാഴികാടൻ. ശരി, ഈ വികസനങ്ങളെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള സൂചിപ്പിക്കും. ഒരു സെക്കൻഡ് ശശികുമാർ, ഇദ്ദേഹം കൂടെ. BJP-യുടെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞത് ചാഴികാടൻ ഇവിടെ കൊണ്ടുവന്ന ഫണ്ട് കേന്ദ്രം നൽകിയതാണെന്നാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 19 MP-മാരിൽ 4100 കോടി രൂപയുടെ പദ്ധതി നടത്തിയത് തോമസ് ചാഴികാടൻ മാത്രമാണ്.
ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ എം പിയുടെ മികവുകൊണ്ട് മാത്രമാണ് അത്രയധികം രൂപ സമാഹരിച്ച് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. കേരളത്തിൽ മറ്റാർക്കും ഇത് അവകാശപ്പെടാൻ പറ്റുകയില്ല. വസ്തുതാപരമായി കൃത്യമായി 4100 കോടി രൂപയുടെ വികസനം ചാഴികാടന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് ഇവിടെ നടന്നത്. മിടുക്കല്ല സഹോദര, ആ ഫണ്ട് വിനിയോഗം ചെയ്യുന്നതിൽ നമുക്കറിയാം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് എങ്ങനെയാണ് ഫണ്ട് വിനിയോഗം ചെയ്യേണ്ടത്, ഏത് മേഖലയിലാണ് വിനിയോഗം ചെയ്യേണ്ടതെന്ന് അനുസരിച്ച് 90%, 95% ഒക്കെ ചെലവാക്കിയ എം പിമാർ കേരളത്തിലുണ്ട്. 100% ചെലവാക്കി എന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് വ്യക്തമായിട്ട് അറിയാം. ഒരാളോട് പറഞ്ഞോട്ടെ. നമ്മളിവിടെ വികസനത്തെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ UDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ, വിശിഷ്യ പാലാ അസംബ്ലി മണ്ഡലത്തിൽ അനവധി നൂതന സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും. എന്നാൽ ശ്രീ ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് ചേക്കേറിയതിന് ശേഷം ഈ കണ്ട കാലയളവിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വികസന സംരംഭം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങേക്കൊന്ന് പറയാമോ? IIIT, സയൻസ് സിറ്റി, RIT ഇതെല്ലാം UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇത് കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഇവര് ഇടതുപക്ഷ ഗവൺമെന്റില് ഈ ജോസ് കെ മാണി വിഭാഗം പങ്കാളിയായതിനു ശേഷം ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരൊറ്റ സംരംഭം പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ബഹുമാനപ്പെട്ട UDFന്റെ പ്രതിനിധി ഇപ്പോൾ ആള് പറഞ്ഞല്ലോ, ജോസ് കെ മാണി കൊണ്ടുവന്നുകൊണ്ടല്ല, UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്താ കേരളത്തിലെ മറ്റുള്ള ഈ പറഞ്ഞ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു സയൻസ് സിറ്റിയോ ഒരു IIITയോ ഒന്നും കൊണ്ടുവരാതിരുന്നത്? ഈ 3-4 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അത് അങ്ങേക്ക് അറിയാവുന്ന അറിയത്തില്ല. അത് കേരളത്തിലില്ല. അത് കോട്ടയം ജില്ലയിലെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള മരങ്ങാട്ടുപള്ളിക്ക് അപ്പുറത്തുള്ള കുറവലങ്ങാടാണ്. അതുപോലെ തന്നെ IIIT കേരളത്തിൽ IIIT ഇല്ല, വലവൂരാണ്. അപ്പൊ ജോസ് കെ മാണി MP ആയിരുന്ന കാലഘട്ടത്തിൽ 4100 കോടി രൂപയുടെ കണക്കിൽ IIIT ഇതെല്ലാം നിങ്ങൾ ചേർത്തിരിക്കുകയാണോ? ഈ വർഷത്തിനിടയ്ക്ക് തോമസ് ചാഴികാടൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ അതെല്ലാം ചേർത്തിരിക്കുക. ഈ കേരളത്തിൽ ജോസ് കെ മാണി മാത്രമേ UDF ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ MP ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ 19 പേരില്ലായിരുന്നു. തീർച്ചയായിട്ടും പറയാം. ഈ UDF ഗവൺമെന്റില് ശ്രീ KM മാണി സാറിന് UDF ഗവൺമെന്റ് കൊടുത്തിരുന്ന മേധാവിത്വത്തിന്റെ ഫലമാണത്. നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഈ പാലായിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് കൊടുക്കാൻ സാധിക്കാതിരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ മണ്ണരത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, തെക്കുംതല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, RIT ഇതൊന്നും ജോസ് കെ മാണിയുടെ വകയല്ല, ഇതെല്ലാം UPA ഗവൺമെന്റിന്റെ വകയാണ്. അന്ന് നിങ്ങളുടെ 7 കോൺഗ്രസിന്റെ 7 കേന്ദ്രമന്ത്രിമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ ഇപ്പോൾ ജോസ് കെ മാണി ഉണ്ട്, ലോകസഭയിൽ തോമസ് ചാഴികാടനുണ്ട്. എന്തുകൊണ്ടൊന്നും ഒരു സംരംഭം നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? രാജ്യസഭയിൽ ജോസ് കെ മാണി ഉണ്ട്, ലോകസഭയിൽ ഇതിപ്പോ നമ്മുടെ അതിഥികളുണ്ടല്ലോ, ഇതിപ്പോൾ വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ്. അത് സ്വാഗതം ചെയ്യുന്നു. കാരണം വോട്ടർമാരാണ് ഏറ്റവും ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തേണ്ടത്, അതിഥികൾ മാത്രമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരി. അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി UDFന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ സ്നേഹിത, ഞാൻ പറയണ കേൾക്കൂ. ഈ UDFന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. അതെ, ഞാൻ പറയട്ടെ, മാറി എന്ന് പറയരുത്, മാറ്റി എന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ പറഞ്ഞ ഉത്തരം ആദ്യം പറയാം. VD സതീശൻ UDFന്റെ ചെയർമാനായ ശേഷം എത്ര കോൺഗ്രസ് നേതാക്കന്മാർ വിട്ടുപോയി? ഞാൻ പേരൊന്നും പറയാം. അല്ലല്ല ജോണി, ഒരു വ്യക്തിപരമായിട്ട് വരാവുന്ന ഇത്തരം വിമർശനങ്ങളെ വിട്ടേളാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ പറയട്ടെ, ഇദ്ദേഹം ഈ ലോകത്താണോ? ജോസ് കെ മാണിയുടെ കാലത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ ഇപ്പോൾ UDFന്റെ നേട്ടമായി അദ്ദേഹം പറയുന്നു. UDFന്റെ നേട്ടമായി ജോസ് കെ മാണി MP UDFന്റെ നേട്ടമാ. ഇപ്പോൾ തോമസ് ചാഴികാടൻ വന്നതിന് ശേഷം ഇതാ ഇവിടെ പുസ്തകം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, 4100 കോടി രൂപയുടെ വികസനം. അതിനകത്ത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കണം. നിങ്ങളെ ഒന്നുകിൽ ആ പുസ്തകം വായിച്ചു നോക്ക്. നിങ്ങൾ അല്ല, ഞാൻ പറയാം ഒരു കാര്യം. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ മാധ്യമങ്ങളും ഒരുപോലെ പറയുന്നു, തോമസ് ചാഴികാടൻ
MP ഫണ്ട് ചെലവഴിച്ചതിൽ ഒന്നാമനാണ്. 7,000 രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ആ കാര്യം എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കോൺഗ്രസ് അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. അത് പിന്നെ എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചത്? ആ തുക എവിടെയാ കൊണ്ടുപോയി ചെലവഴിച്ചത്? ശരി. അല്ലല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, ഒരു കാര്യം ചോദിക്കുകയും ആ കാര്യത്തിന്റെ മേൽ അദ്ദേഹത്തെ കൂവുകയും അല്ല വേണ്ടത്. പ്രിൻസ് അതിന് മറുപടി പറയും. ഇവിടെ ഇപ്പൊ വികസനത്തെ കുറിച്ച് ഇവരുടെ ഈ 4,000 കോടിയുടെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. NDAയുടെ പ്രതിനിധിക്ക് അത് കേട്ടിട്ട് അത്ഭുതമാണ്. പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ പോലും അത്ര വികസനം നടത്തുന്നില്ല. ഇവിടെ കൃത്രിമമായി ജനങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയട്ടെ. അല്ലല്ല, പ്രിൻസ് ലൂക്കോസ് ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ബഹളം വെക്കാതെ. നമ്മളെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം എൻ്റെ ചോദ്യം, കോട്ടയം MP-യുടെ ഒരു കേന്ദ്ര പദ്ധതി എന്താ? ഞാൻ ഫ്രാൻസോട് വിഷയപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ മാറി ഇവിടെ പറയട്ടെ, കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലിരുന്നപ്പോൾ 10 വർഷം ഇടുക്കിയിലായിരുന്നല്ലോ. കോട്ടയം സംസാരിക്കുമ്പോൾ ഞാൻ പറയാനുള്ള ജനാധിപത്യ മര്യാദ, ഞാൻ പറയാനുള്ള കേൾക്കാനുള്ള നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ ആവേശപൂർവ്വം ഇവിടെ സയൻസ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതാണ് ഇദ്ദേഹത്തിന്റെ മുൻഗാമി കൊണ്ടുവന്ന ഒരു കേന്ദ്ര പദ്ധതി. 2014 ഫെബ്രുവരി മാസം 2-ാം തീയതി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാണ്. ഇവിടെ ആവേശം കൊള്ളുന്നവർ അതിലെ പോയിന്ന് കാണാം. കുറവലങ്ങാട് കോഴയിൽ അത് കാട് പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ MP ഫണ്ട് വിതരണം ചെയ്താണ് വലിയ കേമത്തരമായി ഇവിടെ അടിച്ചിറക്കുന്നത്. ഇദ്ദേഹം 20 വർഷം ഏറ്റുമാനൂരിൻ്റെ MLA ആയിരുന്നു. ആയിരുന്നപ്പോൾ അവിടെ ഇടതുപക്ഷം പ്രചരിപ്പിച്ച എന്താണ്? ഏറ്റുമാനൂരിൻ്റെ MLA ആയിരിക്കുന്ന ചാഴികാടൻ MLA ഫണ്ട് മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. MLA എന്ന നിലയിൽ MLA ഫണ്ട് മാത്രം വിതരണം ചെയ്തിട്ടുള്ള നേതാവാണ്. അവിടെ ജോർജ് ജോസഫ് പൊടിപാറ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, EJ ലൂക്കോസ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് MLA ഫണ്ട് മാത്രം വിതരണം ചെയ്ത് കല്യാണവും മരിച്ചടക്കും കൂടി നടക്കുന്ന നേതാവാണെന്നും പറഞ്ഞാണ് അവിടെ ഏറ്റുമാനൂർ തോപ്പിച്ചത്. ഇപ്പോൾ ഇടതുപക്ഷം പറയാണ് MP ഫണ്ട് വിതരണം ചെയ്ത് മിടുക്കനാണ്. ഇത് അംഗീകരിക്കത്തില്ല. ഇവിടെ ചുമ്മാ പുസ്തകം അടിച്ചു വെച്ചൊരു കാര്യമുണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിലെ 4,000 കോടിയുടെ വികസനം, 4,000 കോടിയുടെ എനിക്ക് രണ്ട് നിലപാടൊന്നുമില്ല. അതുകൊണ്ട് പുസ്തകം അടിച്ച് വിതരണം ചെയ്താൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇവിടെ വികസനം എന്താണെന്ന് ജനങ്ങൾക്ക് കണ്ടറിയണം. ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു MP പാലായിലെയും കോട്ടയത്തെ ജനങ്ങൾ അംഗീകരിച്ചില്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, താങ്കളും സജി മഞ്ഞക്കടമ്പനും അടക്കമുള്ള മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറിയ ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ചാഴികാടന് അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് ഈ മാണി വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് ജോസഫ് ഗ്രൂപ്പിലുള്ള മാണി വിഭാഗത്തിന് അർഹതപ്പെട്ട സീറ്റാണ്. താങ്കളെ പോലെയും തലയെടുപ്പുള്ള ഒരു നേതാവുള്ള, അല്ലെങ്കിൽ സജി മഞ്ഞക്കടമ്പനെ പോലെ തലയെടുപ്പുള്ള നേതാവുള്ള ഈ കോട്ടയം ജില്ലയിൽ എന്തിനായിരുന്നു ഇടുക്കിയിൽ നിന്നൊരു നേതാവിനെ ഇറക്കിയത്? അതിന് താങ്കൾക്കൊരു മറുപടി ഉണ്ടോ? അല്ല, അതിനെപ്പറ്റി നിങ്ങൾ സങ്കടപ്പെടണം. മനസ്സിലായി? നിങ്ങൾ അതിനെപ്പറ്റി സങ്കടപ്പെടണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ പാലായിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ നിലപാടങ്ങ് പറയാം. KM മാണി സാറിനെ കോഴമാണി എന്ന് വിളിച്ചവരോടും KM മാണി സാറിനെ കിട്ടിക്കള എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ ഞങ്ങൾക്ക് സന്ധിയില്ല. ഒത്തുതീർപ്പുമില്ല. ഞങ്ങളെ പോരാട്ടം നടത്തും. അത് നിങ്ങൾ കഴിഞ്ഞ നിയമസഭയെ ജനങ്ങൾ തെളിയിച്ചല്ലോ. ഈ തോണ കാണിച്ചു തരും. ഒറ്റ നിലപാടോളൂ UDF. ശരി, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലോ. പ്രിൻസ് വേഗം ഒന്ന് പൂർത്തിയാക്കി. ഞാൻ പറയാം ശ്രീജോണി നെല്ലൂർ. പ്രിൻസ് വേഗം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ഇത്രേ ഉള്ളൂ. ഈ പാലാ നിയോജക മണ്ഡലം ഇപ്പൊ ഇവിടെ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞു. 2 ലൈൻ ചിഹ്നം. എന്താ പിന്നെ ഇവിടെ കഴിഞ്ഞ തവണ 2 ലൈൻ ട്രാക്ടർ തമ്മിലല്ല ജയിച്ചത്. ചിഹ്നത്തിന് നിങ്ങൾക്ക് വികാരപരമായിട്ടായിരുന്നെങ്കിൽ അതിന് മറുപടി ഉണ്ടോ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം വരെ UDF ജില്ലാ ചെയർമാനായിരുന്ന ആള്
നിങ്ങളുടെ മുന്നണി വിട്ട് അപ്പൊ പി എം മാത്യു ഇങ്ങോട്ട് വന്നോ? പി എം മാത്യു ഇന്നലെ ഇങ്ങോട്ട് വന്നോ? കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഹൈ പവർ കമ്മിറ്റി പി എം മാത്യു ഇങ്ങോട്ട് വന്നതിനെ പറ്റി എന്നാ പറയുന്നത്? യുഡിഎഫിന്റെ ഒരു പരിപാടി അല്ലല്ല പ്രിൻസ് പറയുന്നതിന് മറുപടി പറയും. പി എം മാത്യു എന്ന് വന്നതിനെ പറ്റി നിങ്ങൾ പറയുമ്പോഴാ ഞങ്ങൾ പുറത്താക്കിയ ആളല്ലേ? നിലപാട് മാറി കഴിഞ്ഞപ്പോ പുറത്താക്കിയതിന് അർത്ഥമുണ്ടോ? അർത്ഥമുണ്ടോ? അതുകൊണ്ട് അതൊന്നും പറയണ്ട, അതൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് UDF ജില്ലാ ചെയർമാൻ ഒരു കാര്യം പറഞ്ഞു. UDF ഒരു പരിപാടി കോട്ടയം ജില്ലയിൽ നടക്കുമ്പോൾ UDF നേതാവായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചാൽ ആരടാ ഈ തിരുവഞ്ചൂർ എന്ന് ചോദിച്ച ആളാണ് മോൻസി ജോസഫ് എന്ന് പറഞ്ഞു. ആ തിരുവഞ്ചൂരും നിങ്ങൾ കൂട്ടി എന്നാണോ ഇരിക്കുന്നത്? മാണി ഗ്രൂപ്പിന്റെ അവശിഷ്ടം എന്നാണ് മാണി ഗ്രൂപ്പുകാരെ, ജോസഫ് ഗ്രൂപ്പിലെ മാണി ഗ്രൂപ്പുകാരെ വിളിച്ചത്. ഇത് സജീവ മഞ്ഞക്കടമ്പം പറഞ്ഞതാണ്, ഞങ്ങളാരും പറഞ്ഞല്ല. ഉൾപ്പോട്ടുള്ള പ്രിൻസ് അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക്. ശരി പ്രിൻസ്, അതിന് മറുപടി എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. വേഗം ഇവിടെ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വികാരമാണ്, ഒരു ശക്തിയാണ്, ഒരു ഇതാണ്. അതിന്റെ പുറത്ത് സ്ഥാനത്ത് നിന്ന് വരുന്നവർ വെറുതെ പോകും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ പോരാട്ടവുമായി മുന്നോട്ട് പോകും. വ്യക്തികൾക്ക് ഇവിടെ പ്രസക്തിയില്ല. മുന്നണി രാഷ്ട്രീയമാണ് പ്രസക്തി. അത് നാളുകളിൽ കാലം തെളിയിക്കും. ശരി, ഒറ്റ മിനിറ്റ് ശ്രീ ജോൺ നെല്ലൂർ, എനിക്ക് വേഗം ഇതിനൊരു മറുപടി വേണം. അതായത് ചിഹ്നവുമായി ബന്ധപ്പെട്ട് അതിന്റെ വൈകാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങ് പറയുകയുണ്ടായി. അത് ഒറ്റ വാചകത്തിൽ അത് അല്ല, ഒറ്റ സെക്കൻഡ് സാറേ, ഒറ്റ വാചകത്തിൽ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞല്ലോ KM മാണി സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞവരുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്നും ഓർക്കുന്നു, വേടും ഓർക്കുന്നുണ്ടാകും. ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം ഇന്നും പത്രത്താളുകളിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാവോ? KM മാണിയെപ്പോലൊരു അഴിമതിക്കാരൻ, അന്നത്തെ ബാർക്കോഴ കേസ്, അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാർട്ടി ഉപയോഗിച്ചു പോയ ആളാ. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ കൊച്ചനുജനായി പ്രിൻസ് പറയുന്നത് കേട്ടപ്പോൾ ചാഴികാടനെ വിജയിപ്പിക്കാൻ 4 തെരഞ്ഞെടുപ്പിൽ അഹോരാത്രം പാടുപെട്ട 5 തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ അഹോരാത്രം പാടുപെട്ട പ്രിൻസ് ഇപ്പോഴാണോ ചാഴികാടന് ന്യൂനത ഉണ്ടെന്ന് കണ്ടത്? അല്ല, അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടല്ലേ അത് പറയുന്നത്? അല്ലല്ല സാർ, ഒറ്റ സെക്കൻഡ് സാർ. പ്രിൻസ് പറഞ്ഞതിനുള്ള ഒറ്റ മറുപടി, അതായത് അങ്ങ് പറഞ്ഞ ഏറ്റവും ശക്തമായ വാദഗതി എന്ന് പറയുന്നത് എപ്പോഴും 2 തന്നെയായിരുന്നു എന്നാണ്. അതിന്റെ മഹത്വം എന്താണ് ജനങ്ങൾക്ക് മുന്നിലെന്ന് പ്രിൻസ് പറഞ്ഞതിനുള്ള അത് പറയാം. 2 മഹത്വം, 2 ഞങ്ങൾക്ക് ചിഹ്നമായി കിട്ടുന്ന 1980. അല്ല, ആ കഥയല്ല പറയുന്നത്. 2 ട്രാക്ടർ കൂടെ വന്നപ്പോൾ ജനം ഏത് തെരഞ്ഞെടുത്തു എന്നതാണ്. 89 അതാ ഞാൻ പറഞ്ഞത്. 2 ട്രാക്ടർ മാത്രമല്ല, 2 ടോർച്ചും വന്നു. അന്ന് ടോർച്ചുമായി നിന്നത് ഫ്രാൻസിസ് ജോർജാ. 2 ട്രാക്ടറുമായി നിന്നു. അന്ന് ട്രാക്ടറുമായി നിന്നത് ഫ്രാൻസിസ് ജോർജാ. അതേസമയം അവിടെ റോഷി 2 പ്രാവശ്യം 2 ഇവിടെ ചാഴികാടന് എല്ലാ തെരഞ്ഞെടുപ്പിലും 2 ഒരിക്കലും ചിഹ്നം മാറി മത്സരിച്ചിട്ടില്ല. പ്രിൻസിന്റെ വാദം എന്തായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറയൂ. വേഗം ഇടവേളയിലേക്ക് പോകണം. ട്രാക്ടറിന്റെ കാര്യം എന്തിനു പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് 2 ചിഹ്നം ഇവിടെ ഒരു വികാരമാണ്, അതുകൊണ്ട് അത് വലിയൊരു നേട്ടമാണ്. ഞാൻ ചോദിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ട്രാക്ടറും തമ്മിൽ, അതും പാലായിൽ, KM മാണി സാറിൻ്റെ പാലായിൽ 2 ട്രാക്ടറും തമ്മിൽ മത്സരിച്ചപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചിഹ്നത്തിന്റെ വികാരം ഒറ്റ കാര്യമേ ഉള്ളൂ. വികാരം ഒന്നും ഇവിടെ പറയാം. വികാരമാണ്, 2 എല്ലാമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? പാലായിൽ വ്യക്തിപരമായ ദുരാരോപണങ്ങളും അതുപോലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും പ്രചരിപ്പിച്ച വലിയൊരു പ്രചാരണം നടത്തിയപ്പോൾ സ്വാഭാവികമായി ഇവിടെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റു നിന്ന മാണി സി കാപ്പനോട് 3 തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഒരു ചെറിയ ചിഹ്ന വിഷയമല്ല, ജനമാണ് വിഷയം. ജനത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനം. ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഒരു മുന്നണി മാറി അല്ലെങ്കിൽ ഒരു പാർട്ടി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ താനാക്കി വളർത്തിയ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനം ബഹുമാനിച്ച് ആദരിച്ച് എല്ലാ രീതിയിലും കണക്കാക്കുന്ന ചിഹ്നത്തെയൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് പ്രിൻസ് ആലോചിക്കണം. ശരി, ഞാൻ അതിഥികളിലേക്ക് വരാം സാർ, അതിഥികളിലേക്കും വരാം. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലേക്കും പരമാവധി എത്താൻ നോക്കാം. വളരെ സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരാണ്, കാണികളാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരു വനിതയുടെ മറുപടിയിലേക്ക് ആദ്യം പോയതിനു ശേഷം അതിഥികളിലേക്ക് വരാം. പറഞ്ഞോളൂ. ഈ ഇലക്ഷൻ ശ്രീ തോമസ് ചാഴികാടൻ ജനങ്ങളെ നേരിടുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്ത
മണ്ഡലത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം 2 അതും ഇവിടെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ 2 പേര് തമ്മിൽ ശ്രീ ജെയ്സൺ മാന്തോട്ടവും പ്രസാദ് ഉരുളികുന്നവുമായിരുന്നു ഇവിടെ പ്രസിഡൻസിൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നത്. അന്ന് വളരെ ശക്തിയുക്തമായിട്ട് ഇവിടെ എതിർത്ത ആള് ഞാനും സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ എന്നെ എതിർത്ത ആള് ഇന്നിപ്പോൾ ഈ കൂടെ ഇല്ല. അത് തന്നെ ആയിരിക്കും മിക്കവാറും പ്രിൻസും നാളെ ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വേണം. അപ്പോൾ ഏതായാലും സഹോദരി ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. പ്രിൻസ്, നമുക്ക് ഈ വികസന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിൽ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് തോറ്റതിന് ശേഷമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ 4 തവണയായിട്ട് മുന്നണികൾ മാറി മാറി വരുന്നു. ഇത്തവണ ഒരു സ്വതന്ത്ര ചിഹ്നം. ഇതൊക്കെ ജോസ് കെ മാണിക്കും ബാധകമല്ലേ തോൽവി? ജോസ് കെ മാണിക്ക് തോൽവിയല്ല, ചിഹ്നത്തിൻ്റെ ഒന്നുമല്ല കാര്യം പറഞ്ഞത്. ഞാനിപ്പോൾ ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല പറഞ്ഞത്, മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം ഈ 4 തവണയായിട്ട് 4 മുന്നണികളിൽ നിൽക്കുന്നു. ഈ തവണ മുന്നണി മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. പക്ഷെ ചിഹ്നം മാറിയിട്ടില്ല. ശരി. ശ്രീ തോമസ് ചാഴികാടൻ ഇന്ന് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണക്കാർക്കും വേണ്ടി 4500 കോടിയോളം വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ എത്തിച്ചിട്ടാണ് ജനപ്രതിനിധിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത്. ശരി ശരി നമ്മളിത് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണ്. രാഷ്ട്രീയമായൊരു ചോദ്യം ചോദിക്കുകയാണ് ശ്രീ ജോണി നെല്ലൂർ. ഇവിടെ കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ വാസവനെ തോൽപ്പിക്കുന്നത് 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അല്ലേ? അപ്പോൾ ശക്തമായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസവുമുണ്ട് രണ്ടുപേരും തമ്മിൽ അല്ലേ? അപ്പോൾ ഈ 1,00,000-ലധികം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് CPM വിരുദ്ധ വോട്ടും കൂടിയാണ്. CPM വിരുദ്ധ വോട്ടും കൂടിയാണ്. അവിടെ ഇപ്പോൾ ചേരി മാറി മുന്നണി മാറിപ്പോകുമ്പോൾ ആ ഒരു വലിയ സംഖ്യയുള്ള വോട്ടിംഗ് ഉണ്ടല്ലോ, ആ വോട്ടർമാരുടെ ആ ഒരു പിന്തുണയുണ്ടല്ലോ, അതില്ലാതാകും. അത് നിങ്ങൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? ഈ വേണുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കാര്യം നാം ആലോചിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും ഒരു ഗവൺമെൻറ് വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്ന കാലഘട്ടമില്ല. UDF സംബന്ധിച്ച് UDF ഭരണം ഉറപ്പാണെന്ന് കരുതി പല സ്ഥാനാർത്ഥികളും MLA-മാരാണെന്ന് കരുതി മന്ത്രിമാരാകുമെന്ന് കരുതി സ്റ്റാഫിന് അവരെ നിയമിച്ചവരുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 99 സീറ്റ് LDF-ന് കിട്ടി. അത് കേരളമാണ്. ഇത് കേരളമാണ്. കേരളം നോക്കുന്ന എന്താ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ പ്രാദേശികമായ കാര്യങ്ങളും ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണേണ്ടത് ഈ രാജ്യം നിലനിൽക്കണോ വേണ്ടിയോ. പക്ഷേ ശ്രീ ജോണി നെല്ലൂർ, നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ 2 കാര്യങ്ങൾ പറയാം. അങ്ങീ പറയുന്ന മറ്റുള്ളവരെല്ലാം മന്ത്രിമാരെയും പേഴ്സണൽ സ്റ്റാഫിനെയും എല്ലാം നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ വോട്ട് ചെയ്തു എന്നതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു. അതിലൊരു ക്ഷീണം സംഭവിച്ച ആളുടെ പേര് ജോസ് കെ മാണി എന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി, 1984 കഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. 20-ൽ 19 കോൺഗ്രസ് UDF ജയിച്ചപ്പോൾ ഒറ്റ സ്ഥലമാണ് മാറി ചിന്തിച്ചത്, അത് കോട്ടയമാണ് അല്ലേ? അപ്പോൾ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി അപാരമാണ്. ഈ കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നേരത്തെ ശശികുമാർ പറഞ്ഞല്ലോ, അദ്ദേഹം 2004 തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് NDA പിന്തുണയോടെ മത്സരിച്ച PC തോമസ് വിജയിച്ചു. അതാണ് അദ്ദേഹം പറഞ്ഞത്. PC തോമസ് എന്ന് വിജയിച്ച സാഹചര്യം എന്താ? കേരള കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം, ആ പ്രതിഷേധവും ഒക്കെ വോട്ടായി മാറിയപ്പോൾ PC തോമസ് വിജയിച്ചു. എന്ന് മാത്രമല്ല, PC തോമസിന്റെ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വാലുമില്ല, IFDP എന്നാണ് പേരും. അതെ, അത് മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയമല്ല ഇപ്പോൾ. അന്നത്തെ രാഷ്ട്രീയമൊക്കെ മാറിപ്പോയി. ഇവിടെ ഒരു കാര്യം, കോട്ടയം നിയോജകമണ്ഡലത്തിലെ ആളുകൾ ഇത്രമാത്രം ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾ മറ്റൊരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 1,00,000-ലധികം ഭൂരിപക്ഷം എന്ന് പറയുന്നത് LDF വിരുദ്ധ വോട്ടുകൾ കൂടി സമാഹരിക്കപ്പെട്ടതാണ്. അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. LDF വിരുദ്ധ വോട്ടുകൾ കൂടി ആണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത് മുമ്പുള്ള LDF വിജയിച്ച കാലത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വൈക്കം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും UDF ആയിരുന്നു. എല്ലാ മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷമായിരുന്നു. പാലായിലും പുതുപ്പള്ളിയിലും ഒക്കെ വലിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ സുരേഷ് കുറുപ്പ് ഇവിടെ വിജയിച്ചു. അതാണ് കോട്ടയത്തിൻ്റെ പാരമ്പര്യം. ശരി, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത് ഒന്ന് ദേശീയമായി കാണും. ഈ നാടിന് കൊള്ളാവുന്ന ആര്, പുറത്ത് നിൽക്കുന്നവൻ ആര്. ശരി സാർ. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഇവിടെ
ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് എന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. കോട്ടയം എന്ന് പറയുന്നത് ഇവരുടെ തട്ടകമാണ്. ഇടുക്കിയിൽ PJ ജോസഫിൻ്റെ ബലത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവർ. അപ്പോൾ ബലമില്ലാത്ത സ്ഥലത്ത് ബലമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ എന്ത് വിജയസാധ്യതയാണുള്ളത്? അല്ല, കോട്ടയം ഇവരുടെ തട്ടകമാണെങ്കിൽ കടുത്തുരുത്തിയും പാലായും ജയിക്കണ്ടേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ലൈൻ ട്രാക്ടറും തമ്മിലാണ് കടുത്തുരുത്തി മത്സരിച്ചത്. കഴിഞ്ഞ അങ്ങനെയെങ്കിൽ PJയുടെ ശക്തി കേന്ദ്രമായ ഇടുക്കിയുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താണെന്ന് കൂടെ മറുപടി പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ എന്നെ കാണേണ്ടത്. വേണു ഒരു ചോദ്യം ചോദിച്ചു. കോട്ടയത്തിന്റെ UDFന്റെ ഇതിന് വിജയസാധ്യത. ഇവിടെ മത്സരം UDF LDF തമ്മിലാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങളെന്ന പോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ചാഴികാടൻ 1,06,000 പരം വോട്ടിന് ജയിക്കുമ്പോൾ പാല 38,000 വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. പ്രിൻസ് ചോദ്യം ഇതാണ്, UDFന്റെ ശക്തി എന്ന് പറയുന്നത് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കൂടിയാണ്. ഞാൻ ചോദിച്ച വേണു തിരിച്ചു ചോദിച്ചത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് ജയിക്കുമ്പോൾ കോട്ടയത്ത് പാർട്ടി ചെയർമാൻ മത്സരിക്കുന്ന ഇവിടെ പരാജയപ്പെട്ടില്ലേ? അതെ, കടുത്തുരുത്തിയിൽ പരാജയപ്പെട്ടില്ലേ? അപ്പൊ ശക്തി തെളിയിച്ചോ കഴിഞ്ഞ തവണ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്. അല്ല, അങ്ങനെ മഹാരഥന്മാർ പലരും വീണ് പോയിട്ടുണ്ട്. വാജ്പേയി അടക്കം തോറ്റിട്ടുണ്ട്. അതല്ല എന്റെ ചോദ്യം അതല്ല. ഇവിടെ അങ്ങ് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സാധൂകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന 2019 UDF ശക്തമായി ഇവിടെ വിജയിക്കുന്നു. അന്ന് മാണി കോൺഗ്രസ് അതിൻ്റെ അഭേദ്യ ഘടകമായുണ്ട്. പിന്നീട് അവർ ചേരി മാറിയതിനു ശേഷം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും LDFനെ സംബന്ധിച്ചത് മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം? വേണു തന്നെ ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞോട്ടെ, ഉത്തരം പറയാൻ എളുപ്പത്തിലൊരു കാര്യം കൂടെ പറയാം. 1989 അന്ന് ഈ PC തോമസ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശ്രീ PJ ജോസഫ് അദ്ദേഹം സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ ഇൻഡിപെൻഡൻ്റായി മത്സരിക്കുന്നു. ഈ കോട്ടയം മണ്ഡലമാണ്, മൂവാറ്റുപുഴയും കോതമംഗലം ഉൾപ്പെടെയുള്ള കോട്ടയം മണ്ഡലം. PJ ജോസഫിന് കെട്ടിവെച്ച പണം പോയി. അതാണ് അന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PC തോമസ് വിജയിച്ചത്. കൂടി കണക്കാക്കണം. വേണു ഇവിടെ പറഞ്ഞല്ലോ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 UDFന് കേടി. വേണു പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് ക്ഷീണം വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ജോണിച്ചേട്ടൻ ട്രാക്ടർ മൂവാറ്റുപുഴ നടന്ന ആളാണ്, മനസ്സിലായില്ല? ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം LDF ബാധിക്കുകയാണ്. അന്ന് ആ ജനം ഇത് ദോഷം മറിച്ചിരുന്നതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായി ആര് പോയാലും ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ജനം ഇങ്ങനെ പഴുത്തു നിൽക്കുകയാണ്. അത് UDF ഇവിടെ തിരിച്ചു വരണം എന്നുള്ള വികാരമാണ് ഇവിടെ നമ്മുടെ പുതുപ്പള്ളി കണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് മഹാറാലിയും മഹാസംഗമവും നടത്തിയില്ലേ? ജനങ്ങൾ അന്ന് അധികാരവും പണവും വിന്യസിച്ചുകൊണ്ട് അവിടെ നടത്തി. ചാണ്ടി ഉമ്മനോടൊപ്പം ജനം നിന്നത് എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധ നയങ്ങളുമായി പോയാൽ ജനങ്ങൾ ഉണ്ടാവില്ല. അതാണ് എന്ന് മാത്രമല്ല പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാണി കോൺഗ്രസിന്റെ ശക്തിയുള്ള സ്ഥലങ്ങളിൽ അടക്കം പ്രതീക്ഷിച്ച വോട്ട് LDFന് കിട്ടിയില്ല. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നത് ഈ 2 ഗവൺമെന്റുകൾക്കുമെതിരായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് പ്രാവർത്തികമാകും. ശരി, ഞാൻ ശശികുമാറിലേക്ക് വരാം. ഒന്ന് ക്ഷമിക്കണം, അല്പം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് വേഗം ഞാൻ വോട്ടർമാരിലേക്കും വരാം. ഇവിടെ സജീവമായി പങ്കെടുക്കുന്ന നിങ്ങളിലേക്ക് എത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. നമ്മളുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. NK ശശികുമാർ, ഇപ്പോൾ BDJS ആണ് NDA പ്രതിനിധീകരിച്ച് ഇവിടെ മത്സരിക്കുന്നത്. BDJSനെ സംബന്ധിച്ച് ഈ ഈഴ വോട്ടുകൾ എത്രമാത്രം സമാഹരിക്കാൻ കഴിയും? കാരണം ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ ഏറ്റുമാനൂർ അതുപോലെ തന്നെ വൈക്കം ഈ 2 സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ഈഴവ വോട്ടുകളുണ്ട്. അത് LDFന്റെ വിജയത്തിന് പ്രധാന ഘടകമാകുന്നതാണ്. തുഷാർ വെള്ളാപ്പള്ളി വരുന്നതോടെ അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയാണ്. എന്താണ് നിങ്ങളുടെ സാധ്യതകളായി നിങ്ങൾ കാണുന്നത്? മാത്രമല്ല കൂടാതെ ഒരു കാര്യം കൂടി, ഏതാണ്ട് 18% കൂടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലവും കൂടെയാണ്. 32%. അവിടെ ഈ സഭയെ ചേർത്ത് നിർത്താനുള്ള NDAയുടെ BJPയുടെ തന്ത്രങ്ങൾ എത്രമാത്രം വിജയകരമാകും? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളോ അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിനർത്ഥമില്ല. അത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രവും ചരിത്രവും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ആയാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നതൊക്കെ വേണുവിനും നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ കിടക്കട്ടെ. ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങൾ പറയുന്ന ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആ അടിയൊഴുക്കുകൾ സജീവമായിട്ട് കോട്ടയത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സജീവമാവുകയാണ്. അതുമാത്രമല്ല, വേണു ചോദിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ, ഞാൻ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾ. ഒന്ന്, ഇടുക്കി രൂപത ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പിലാക്കിയ കേരള സ്റ്റോറി, താമരശ്ശേരി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു.
കേരള കോൺഗ്രസ് എന്തെങ്കിലും ജോസ് കെ മാണി മറുപടി പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമല്ല, പാലാ ബിഷപ്പിനെ ആയിരക്കണക്കിന് വരുന്ന PDP PFI പ്രവർത്തകർ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. ഈ ബിഷപ്പ് ഹൗസിൻ്റെ പരിസരത്ത് ഒരു ജോസ് കെ മാണി, ഒരു കേരള കോൺഗ്രസ്സുകാരനെ ഞാൻ കണ്ടില്ല. അവിടെ ഞങ്ങളുണ്ടായിരുന്നു, ബിഷപ്പിനെ സംരക്ഷണം ഒരുക്കാൻ ഞങ്ങളുണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനം നടത്താനല്ല, സംരക്ഷകരായിട്ട് ഞങ്ങളുണ്ടായിരുന്നു. പൂഞ്ഞാറിൽ ഒരു വൈദികനെ അതിക്രൂരമായിട്ട് വാഹനം ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു, ആശുപത്രി കിടക്കുകയാണ്. കേരള കോൺഗ്രസ് മറുപടി പറഞ്ഞോ? പിന്നെ ആരാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന് സംരക്ഷകർ? മണിപ്പൂരിലെ BJP-കാരൊക്കെ ഉറങ്ങുകയാണോ? മണിപ്പൂരിനെ കുറിച്ച് കേരള ഇന്ത്യയിലെ പരമോന്നത കർദിനാളായിട്ടുള്ള ഓഷോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ പരമോന്നത കത്തോലിക്ക സഭയുടെ കർദിനാൾ ആരാ? ഓഷോടാണ്. അല്ലാതെ ഇവിടെ കേരള കോൺഗ്രസ്സുകാരനല്ല, കത്തോലിക്ക സഭയുടെ വക്താക്കൾ. അതുകൊണ്ട് ആ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് BJP-യും കേന്ദ്ര നേതൃത്വവും ക്രിസ്ത്യൻ സഭയും പറയുന്നുണ്ട്. ജാതി മത സമുദായത്തിന്റെ സംരക്ഷക പദവികളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ ഒന്ന് സംരക്ഷിച്ചാൽ മതി. നിങ്ങൾ ജാതി മത നേതാക്കന്മാരെ ഒന്നും സംരക്ഷിക്കാൻ പോകണ്ട. നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ ദുർബലമാക്കാതെ ഇരുന്നാൽ മാത്രം മതി. ഈ ഇന്ത്യയിലെ എല്ലാ ജാതി വിഭാഗങ്ങളും മതവിഭാഗങ്ങളും സുരക്ഷിതമായിരിക്കും. പക്ഷേ 2014 ശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും അതിശക്തമായ ഭീകരാക്രമണം രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമോ? ഇന്ത്യൻ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ടും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് 2 തവണ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. 2024 എല്ലാ സർവേകളും പറയുന്നത് എന്താ? 400-ലധികം സീറ്റുമായി BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും മുഴുവൻ ചുട്ടുകൊല്ലുന്നു, അതുപോലെ പള്ളി പൊളിക്കുന്നു. അതുപോലെ രാമക്ഷേത്രം വന്ന അന്ന് എത്ര പള്ളിയുടെ മുകളിൽ നിങ്ങളുടെ കാവിക്കൊടി ബാധിച്ചെന്നുള്ളതിന് സമാധാനം ഒന്ന് പറഞ്ഞു. സുഹൃത്തെ, നിങ്ങൾ ആണോ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നിങ്ങൾ കേരള കോൺഗ്രസിന് അച്ചാരം തന്നിട്ടില്ല. അത് പറയാൻ കേരളത്തിലെ ബിഷപ്പുമാരും കർദിനാൾമാരും നിയോഗിക്കപ്പെട്ടത്. അവര് BJP-യുടെ ദേശീയ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കേരളത്തിലെ BJP-കാരെ ഈ മണിപ്പൂരൊക്കെ വിടുവാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? കാരണം ഇവിടുത്തെ ഉള്ള വിഷയങ്ങൾ ഇവിടുത്തെ വർഗീയ വിഷയങ്ങളിൽ വൈദികനെ ആക്രമിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അതിനെ ഞങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ താങ്കളുടെ അഭിപ്രായം എന്താ? ശശികുമാറിനുള്ള മറുപടി അങ്ങ് പറയുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം പറയട്ടെ അദ്ദേഹം. ഏതായാലും ശശികുമാർ ഇവിടെ പറഞ്ഞത് നന്നായി. ശശികുമാർ പറഞ്ഞത് നന്നായി. ഒരു സെക്കൻഡ് സാറേ, ബിഷപ്പിനെ ആക്രമിച്ചപ്പോ പാലായിൽ ഇത്രയും വലിയ പ്രകടനം നടന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാരും വീട്ടിൽ കയറി കിടക്കുമായിരുന്നു. ഈ 25 കിലോമീറ്റർ ദൂരെയുള്ള ഞങ്ങള് ചേട്ടനെ കണ്ടില്ല. ഞങ്ങൾ ഈ പാലാ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ ഡയലോഗ് അടിക്കുന്നത്? അവരെല്ലാം വീട്ടിലായിരുന്നു. പേടിക്കണ്ട, അവരെല്ലാം വീട്ടിലായിരുന്നു. പേടിക്കണ്ട. കേരള കോൺഗ്രസ്സുകാരെല്ലാം വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകാരും ബിഷപ്പ് ഹൗസിൽ അങ്ങോട്ട് വന്നില്ല. പേടിക്കണ്ട. പറഞ്ഞോട്ടെ. എനിക്ക് ചർച്ച തുടങ്ങിയതിന് ശേഷം ശശികുമാർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനാണ് മറുപടി പറയേണ്ടത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം, ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു. വേണുവിനും ഉണ്ടായിരുന്നു. നമ്മുടെ മതേതരത്വമായിരുന്നു നമ്മുടെ മുഖമുദ്ര. വേണു 10 കൊല്ലം ഭരിച്ചപ്പോൾ പോയില്ലേ? അത് തകർത്തെറിഞ്ഞില്ലേ? ഇവിടെ വിഭാഗീയത കൊണ്ടുവന്നു, ജനാധിപത്യം കശാപ്പ് ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ MLA-മാരെ വിലക്കെടുത്ത്, കൂട്ടത്തോട് വിലക്കെടുത്ത് മറുകണ്ഠം ചാടിച്ചു.
ജോണി നെല്ലൂർ ഏതെല്ലാം പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്, അത് വിലക്കെടുക്കുന്നതാണോ? ശശികുമാർ വ്യക്തിപരമാകരുത്. ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. അല്ല, ഇവിടെ പങ്കെടുക്കുന്ന ഒരു സെക്കൻഡ് സാർ, ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയല്ല പരാമർശിക്കേണ്ടത്. അല്ല, അദ്ദേഹം പറയട്ടെ. ശരി 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 അദ്ദേഹം പറയട്ടെ. ശരി അദ്ദേഹം പറയട്ടെ. ഏതായാലും കേരളത്തിലെ ഒരൊറ്റ MLA നിങ്ങൾക്ക് കിട്ടില്ല. അത് ഏത് മുന്നണി ആയാലും കിട്ടില്ല. LDF ആയാലും UDF ആയാലും അത് വേറെ. കേരളത്തിലെ ജനങ്ങൾ, ഞാനതല്ല ചോദിച്ചേ, രാജ്യം മുഴുവൻ തകർത്തില്ലേ വേണു? രാജ്യം മുഴുവൻ, ഇന്ത്യ രാജ്യം ഇന്ന് ഭീതിയുടെ നിഴലല്ലേ? നാളെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ലോകത്താ ജീവിക്കുന്നത്? ഇനിയൊരു ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് നമ്മൾ ഞാൻ പറയട്ടെ, അപകടത്തിലാണോ എന്ന് പ്രധാനമന്ത്രി നടത്തിയ സർവേ മണ്ടത്തരം പറയാതെ ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടിരുന്നു. ശശി, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടിരുന്നു. മര്യാദ കാണിക്കണം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ രാജ്യം തകർത്തില്ലേ? ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചുകൂടി 18 ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേണുവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടി. വേണു വീണ്ടും നരേന്ദ്രമോദി വന്നാൽ 2029 നമുക്കെങ്ങനെ ഒത്തുകൂടാൻ കഴിയുമോ? ആശങ്കയുണ്ട്. ഈ ജനാധിപത്യം തകർക്കും. രാജഭരണത്തിലേക്ക് കൊണ്ടുപോകുക രാജ്യത്തെ. ആ രാജഭരണത്തിലേക്ക് കൊണ്ടുപോകും. ആ സ്നേഹിതൻ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, പാലാ പിതാവിന് ഇതുണ്ടായി. ഞങ്ങളൊക്കെ പാലാ പിതാവിനെ സംരക്ഷിക്കാൻ വന്നവരാ. ചങ്കൂറ്റത്തോട് പറയാം. ആ ഫോട്ടോയിൽ PM മാത്യുവിനെ കാണിക്കാമോ? ആ വീഡിയോയിൽ PM മാത്യുവിനെ കാണിക്കാമോ? ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ബിഷപ്പ് ഹൗസിൽ എടുത്ത വീഡിയോയിൽ ജോണി നെല്ലൂർ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? കള്ളം പറയരുത്, കള്ളം പറയരുത്. കണ്ടില്ല ഒരു കേരള കോൺഗ്രസ് കൃഷ്ണദാസ് ഉൾപ്പെടെ ശരി 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 പോകുന്നു. ശ്രീ പ്രിൻസ് ലൂക്കോസ്, വോട്ടർമാരോട് അവസാനമായി പറയാനുള്ളത് എന്താണ്? 1 മിനിറ്റ്. സഹകരിക്കണം, ദയവീത് സഹകരിക്കണം. അല്ലല്ല, അദ്ദേഹം പറയട്ടെ. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങൾ പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം വേർതിരിക്കപ്പെടുന്ന കാഴ്ചയാണ്. ഇവിടെ പാലാപിതാവിന് സംരക്ഷണം ഒരുക്കിയവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ മണിപ്പൂരിൽ 250 പള്ളികൾ അടിച്ചു തകർത്തിട്ട് അത് അവിടെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രധാനമന്ത്രിയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ വിശ്വാസം അർപ്പിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ NDA മുന്നണിക്ക് ഒരു പ്രാധാന്യവുമില്ല. അവർ 3-ാം സ്ഥാനത്താണ്. അവർ കെട്ടിവെച്ച കാശ് പിടിക്കാനാണ് മത്സരിക്കുന്നത്. അത് ആ വഴിക്ക് നമ്മൾ വിടുക. ഇവിടെ മത്സരം UDFും LDFും തമ്മിലാണ്. ഈ മത്സരത്തിൽ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി വന്നു. സ്ഥലം MPക്ക് റബ്ബർ കർഷകന്റെ വിഷയം അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുന്നണിക്കും എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? ആ ചോദ്യത്തിൽ ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കറിയാം, ദേശീയ പ്രാധാന്യം അറിയാം. ഈ തെരഞ്ഞെടുപ്പ് പ്രിൻസ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുകയാണ്. ഇത് UDFും LDFും തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. റബ്ബറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രിൻസ് ഒരു കാര്യം ആലോചിക്കണം. 150 രൂപ മാത്രമുണ്ടായിരുന്ന റബ്ബർ സാമ്പത്തികമായി യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഗവൺമെന്റ്. ഈ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും 20 രൂപ ആദ്യം 170 ആക്കി. ഇപ്പൊ 10 രൂപ. ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ളപ്പോഴും 10 രൂപ കൂട്ടി 180 രൂപയാക്കി. മാത്രമല്ല, പ്രിൻസ് ഒന്ന് പത്രം വായിക്കുക. സൈറ്റ് പോലും ഇല്ലെന്നാ പറയുന്നത്. പത്രം വായിക്കട്ടെ. 180 രൂപ നടപ്പാക്കി എന്ന് പറഞ്ഞ് പത്രം, ഞാൻ നിങ്ങളോടല്ല, ഞാൻ മറുപടി പറയട്ടെ. 180 രൂപ കൊടുക്കാൻ തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ്. നിസ്സംശയം ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നവരാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറയട്ടെ, ഇവിടെ 2004 ആവർത്തിക്കാൻ പോവുകയാണ്. 2004 ആവർത്തിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയട്ടെ. ശശി മുഴുവൻ കേട്ടെ. KM മാണിയുടെ പുത്രൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥി
പ്രസ്ഥാനമായി വിജയിച്ച ഒരു ഞാൻ- തെരഞ്ഞെടുപ്പാണ് ഞാനേ, 2004 വേണു, തെരഞ്ഞെടുപ്പ്. എന്നെ പൂർത്തിയാക്കാൻ തോമസിനെ വിജയിപ്പിച്ച പൂർത്തിയാക്കട്ടെ. തെരഞ്ഞെടുപ്പാണ് 2004 തെരഞ്ഞെടുപ്പ്. ഞാനേ, അത് ആവർത്തിക്കാൻ പോവുകയാണ് ശരി, ജോണി ഒറ്റ നെല്ലൂർ second, പറഞ്ഞത്. ഒറ്റ അല്ല, second. ശശി അല്ല, ഇത്ര. ഒറ്റ ശരിയല്ലേ? second. ശശി ശ്രീ ഇതിന് ജോണി നെല്ലൂർ, അല്പത്തരം ശ്രീ ഞാൻ ജോണി നെല്ലൂർ, പറയട്ടെ. വാദിച്ച് അങ്ങ് അവസാനം ഒരു സെൽഫ് ഗോൾ അടിച്ചോ? അല്ലല്ല, no, no, no. 2004 തെരഞ്ഞെടുപ്പ് ആവർത്തിക്കാൻ ഞാനൊരു കാര്യം പോകുന്നുവെന്ന് പറയട്ടെ. പ്രഖ്യാപിച്ച ജോണി നെല്ലൂരിന് അല്ല. ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ NDA-യുടെ. ഞാനത് ഏറ്റവും അംഗീകരിക്കുന്നു. ഏറ്റവും ഞാൻ പറഞ്ഞട്ടെ, അതായത് കാള പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കുക. എന്താ ഞാൻ പറയുന്നത്, എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാകണ്ടേ? 2004 LDF 18 സീറ്റുകൾ വിജയിച്ചു. കേരളത്തിൽ 18 സീറ്റാണ് LDF വിജയിച്ചത്. അത് ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കണം. ഇവിടെ അല്ലല്ല, NDA അക്കൗണ്ട് തുറന്നൊരു കാലവും കൂടെയാണ്. അതാ ജോണി നെല്ലൂർ പറഞ്ഞത്. അതൊന്നും NDA ആയിരുന്നില്ല. LDF 18 സീറ്റ് അതൊന്നും മേടിച്ചപ്പോൾ NDA യുടെ 2004 ഒരു സീറ്റ് NDA-ക്കാണ്. അതൊന്ന് ഞാൻ പറയട്ടെ, ഒരു സീറ്റ് NDA ക്കാണ്. അതൊന്നും NDA-യുടെ അക്കൗണ്ടിൽ ചേർക്കാൻ ശരി, ഒക്കില്ല. ശരി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ആ ഇവിടെ സീറ്റ് NDA ക്ക് ആരെന്ത് കിട്ടിയത്. പറഞ്ഞാലും വേണു, 26-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. വോട്ട് എണ്ണുന്ന ദിവസം നമുക്ക് വീണ്ടും കാണാം. ശരി. തോമസ് ചാഴികാടൻ മഹാഭൂരിപക്ഷത്തോടെ ഇവിടെ MP ആയി ശരി, ശരി, തെരഞ്ഞെടുക്കപ്പെടും. ശരി. എന്തായാലും യാതൊരു സംശയവും വേണ്ട. കോട്ടയം ലോക്സഭാ മണ്ഡലം കാണാൻ പോകുന്നത് ഇരു കേരള കോൺഗ്രസുകളുടെയും ശക്തമായ പോരാട്ടമാണ് എന്നത് നിസ്സംശയം പറയാം. ആരാകും അതിൽ ജേതാവ് എന്നത് വോട്ടർമാർ തീരുമാനിക്കട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും സജീവമായി ഈ രാഷ്ട്രീയ സംവാദത്തിൽ പങ്കുചേർന്ന കോട്ടയത്തെ നല്ലവരായ നാട്ടുകാർക്കും. ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ പത്തനംതിട്ടയിൽ കാണാം. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി.